ചേട്ടാ 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 എന്താ പേരെന്താ നിങ്ങളുടെ? പ്രേമാണോ ഇത് ഈ ബിൽഡിങ്ങിൻ്റെ കോൺട്രാക്ടർ? അപ്പോൾ എവിടെ ഉള്ള പ്രേം ഇപ്പം? അപ്പോൾ ആരാ ഇതിൻ്റെ ഓണർ? തങ്കപ്പൻ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒന്ന് കാണണമല്ലോ. ആരെല്ലാം ഉള്ളത്? അതെ, കോർപ്പറേഷനിൽ നിന്ന് ഈ നിർമ്മാണം നടത്താൻ വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണം നടത്താൻ വേണ്ടി തന്ന രേഖകൾ. ഇപ്പോൾ ഞങ്ങൾ സെക്രട്ടറി ഉണ്ട്, മരാമത്ത് ചെയർപേഴ്സൺ ഉണ്ട്, ഞങ്ങളുടെ എൻജിനീയർമാരുണ്ട്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് എത്രയും പെട്ടെന്ന് കാണണം. എപ്പോൾ എത്തിക്കാൻ പറ്റും, എത്ര സമയത്തിൽ എത്തിക്കാൻ പറ്റും, ഞങ്ങളിവിടെ നിൽക്കുക. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഞാനിപ്പോൾ ഉദ്യോഗസ്ഥരെ കൊടുക്കാം, അവർ പറയാം. ഡോക്യുമെൻറ്റ്സ് കണ്ടതിന് ശേഷം അത് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ കൊടുക്കാം. ഞാൻ സെക്രട്ടറിയെ കൊടുക്കാം, അദ്ദേഹം പറയും. ഔദ്യോഗിക കാര്യം അദ്ദേഹം പറയും. ഹലോ, സെക്രട്ടറിയാണ്. അപ്പോൾ ഇതിൽ പെർമിറ്റ് വല്ലതും മേടിച്ചിട്ടുണ്ടോ? കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് തുടങ്ങാൻ പാടില്ലല്ലോ. ആപ്ലിക്കേഷൻ കൊടുത്ത് സാങ്ഷൻ മേടിച്ചതിന് ശേഷം തുടങ്ങാൻ പാടില്ല. ആര് പ്രതികരിക്കണം? നമ്മളെ കടയിൽ മേയറും പാർട്ടിക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. മേയറൊക്കെ കടയിൽ വന്നിരിക്കുന്നത് കോർപ്പറേഷൻ സെക്രട്ടറിയെ കൊടുത്താൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് വിളിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വരാൻ. ഹലോ, ഈ കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് പെർമിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നോ? മെയിൻ്റനൻസിന് എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു നടപടിയില്ലല്ലോ. ഒന്നുകിൽ റിവേസ്റ്റ് പെർമിറ്റ് അല്ലെങ്കിൽ പെർമിറ്റാണല്ലോ. മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ എന്നിട്ട് സാങ്ഷൻ കിട്ടിയോ? സാങ്ഷൻ കിട്ടുന്നതിന് മുമ്പേ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പോൾ അടിയന്തരമായിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് വർക്ക് അടിയന്തരമായി നിർത്തി വയ്ക്കുക. ഇപ്പോൾ സ്റ്റോപ്പ് എമ്മ കൊടുക്കുന്നുണ്ട്. ഇനി കോർപ്പറേഷനിൽ സാങ്ഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ. വാങ്ങിച്ചിട്ട് അന്ന് ഗവൺമെൻറ് ഗ്യാസായിരുന്നു, ഹൈക്കോടതി ഗ്യാസായി. ഗ്യാസ് അവസരം 30 കൊല്ലം കൊടുത്തിട്ട് ഒരു 2 ആഴ്ച അന്ന് സണ്ണിലാണ് ഇത് കൊടുത്തത്. 2 ആഴ്ചക്ക് മുന്നേ സ്റ്റോപ്പ് നമ്പർ കൊടുത്തതാണ്. നോക്കിയിട്ട് അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് പെർമിഷൻ കിട്ടിയോ ചെയ്യാൻ വേണ്ടി? അല്ലല്ല, ഇപ്പം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയോ? ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റോപ്പ് ചെയ്യാൻ അല്ലല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചില വാർഡുകളിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന നാൾ മുതൽ തന്നെ എല്ലാവരോടും പറഞ്ഞിരുന്നു, അനധികൃത നിർമ്മാണങ്ങൾ അവസാനിപ്പിക്കണം. മുൻപ് ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാൽ ഈ ഭരണസമിതി അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എല്ലാവർക്കും പെർമിറ്റ് എടുത്ത് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ നടത്തുവാനുള്ള എല്ലാ സമയവും കൊടുത്തിരുന്നു, ആവശ്യത്തിൽ കൂടുതൽ സമയം കൊടുത്തിരുന്നു. അപ്പോഴും മുൻപുണ്ടായിരുന്ന ചില കീഴ്വഴക്കങ്ങൾ അതുപോലെ തന്നെ തുടർന്നുകൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തന്നെ സ്വാധീനിച്ചുകൊണ്ട്
അനധികൃതമായി സിറ്റിയിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതായിട്ടുള്ള വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ വിവരം ഞങ്ങൾ ഫീൽഡിൽ നിന്ന് ശേഖരിച്ചു, പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിച്ചു, മാധ്യമപ്രവർത്തകരിൽ നിന്ന് ശേഖരിച്ചു, ഓഫീസിൽ അതിൻ്റെ രേഖകൾ വിലയിരുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുവാൻ വേണ്ടി കോർപ്പറേഷൻ സെക്രട്ടറിയെയും അതോടൊപ്പം തന്നെ മരാമത്ത് ചെയർപേഴ്സണുണ്ട്, നമ്മുടെ AE ഉണ്ട്, AXC ഉണ്ട്, അവരെയൊക്കെ കൂട്ടി ഈ സ്ഥലത്തെ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുണ്ട്, ഇവിടുത്തെ ഓവർസിയർമാർ എല്ലാവരെയും കൂട്ടി ഞങ്ങൾ ഫീൽഡ് വിസിറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരമാണുള്ളത്. ഈ സ്ഥലത്തുൾപ്പെടെ അനധികൃത നിർമ്മാണം തടിച്ചു കൊഴുക്കുകയാണ്. സിറ്റിയുടെ പല ഭാഗത്തും നടക്കുന്ന ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങളാണ് ഇവിടെ വെള്ളക്കെട്ടുണ്ടാവാൻ കാരണമാകുന്നത്. അതോടൊപ്പം തന്നെ യാത്ര ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണമാകുന്നത്. ആരായാലും എത്ര കൊലക്കൊമ്പനായാലും അനധികൃത നിർമ്മാണം ഒന്നും അനുവദിക്കുന്ന പ്രശ്നമില്ല. അനധികൃതമായി നിർമ്മിച്ച എല്ലാം തന്നെ പൊളിച്ചു മാറ്റും. ഒരുപക്ഷെ അവർ കോടതിയിലൊക്കെ പോയിട്ട് കുറച്ച് കാലം അതിനെ നീട്ടുമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ നൂലാമാലകൾ പിടിച്ചിട്ട് കുറച്ച് കാലം നീട്ടുമായിരിക്കാം. ഒരു കാരണവശാലും കോർപ്പറേഷൻ ഭരണസമിതി ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തികം കൊടുത്ത് അവരെ സ്വാധീനിച്ചുകൊണ്ട് നിയമങ്ങൾ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള പരിശ്രമമെങ്കിൽ ഒരു കാരണവശാലും അവരുടെ മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ തയ്യാറായില്ല. ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്തുള്ള പുളിമൂടിനടുത്തുള്ള ഈ ഇട റോഡിലെ അനധികൃത നിർമ്മാണം മുൻപ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ താഴെത്തട്ടിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സ്റ്റോപ്പ് എമ്മോ കൊടുത്തിട്ടുള്ളതാണ്. ഞങ്ങളിപ്പോൾ സ്റ്റോപ്പ് എമ്മോ ചെയ്യാൻ വേണ്ടി എഴുതി തുടങ്ങിയപ്പോഴാണ് ആ വിവരം വരുന്നത്. സ്റ്റോപ്പ് എമ്മോ കൊടുത്തിട്ടും നിർത്താതെയാണ് ഇത് തുടങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അടുത്തത് പ്രൊവിഷണൽ ഓർഡറാണ് കൊടുക്കേണ്ടത്. ആ പ്രൊവിഷണൽ ഓർഡർ തയ്യാറായിക്കൊണ്ടിരിക്കുക, ഓഫീസിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പ്രൊവിഷണൽ ഓർഡർ കൊടുക്കും. തൊട്ടടുത്തൊരു കെട്ടിടം ഇതുപോലെ തന്നെ പെർമിറ്റ് എടുക്കാതെ അവിടെയും നിർമ്മാണം നടക്കുകയാണ്. അവിടെ സ്റ്റോപ്പ് എമ്മോ ഇപ്പോൾ കൊടുക്കുകയാണ്. അപ്പോൾ പ്രൊവിഷണൽ ഓർഡർ കൊടുത്തതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴേക്കും അതിന് അവർക്ക് വിശദീകരണം നൽകാനുള്ള സമയമുണ്ട് നിയമത്തിൽ. അതിൽ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ അടുത്ത നടപടികളുമായി മുമ്പോട്ട് പോകും. കൺഫർമേഷൻ ഓർഡർ കൊടുത്തിട്ട് മുമ്പോട്ട് പോകും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിവിടെ ഒരു തുടങ്ങുകയാണ്. ഇതൊക്കെ ചെറിയ ചെറിയ നിർമ്മാണങ്ങളാണ്. വലിയ കൊലക്കൊമ്പന്മാർ സിറ്റിയിൽ പല സ്ഥലത്തും നിർമ്മിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഒരു വിട്ടുവീഴ്ചയുമില്ല. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ തന്നെ പൊളിച്ചു മാറ്റണം, അല്ലെങ്കിൽ ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളണം. ഒടുവിൽ നിങ്ങളുടെ സമയനഷ്ടവും പണനഷ്ടവും ഉണ്ടാകുന്നതിന് കോർപ്പറേഷൻ ഉത്തരവാദിയായിരിക്കില്ല. നിർമ്മിച്ചു പോയി അതുകൊണ്ടങ്ങ് പോകട്ടെ എന്ന് കരുതുന്ന നിലപാട് ഈ ഭരണസമിതി സ്വീകരിക്കില്ല. നിയമപരമായിട്ട് നിങ്ങൾക്ക് ഏതറ്റം വരെയും പോകാം, അത് പ്രശ്നമില്ല. പക്ഷേ ഈ നാടിൻ്റെ സ്വത്തുവകകൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിക്കുണ്ട്. അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ ഞങ്ങളൊക്കെ തന്നെ കൃത്യമായ തീരുമാനമെടുത്തിട്ടുണ്ട്. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഒന്നാണ് നിയമകാര്യപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ പാളയത്ത് രാത്രിയുടെ മറവിൽ കെട്ടിപ്പൊക്കിയൊക്കെ തന്നെ ഒരു ദിവസം കൊണ്ട് പൊളിച്ചു മാറ്റിയത് എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് വിനയപുരസരം അപേക്ഷിക്കാറുള്ളത്. അല്ല, ഞങ്ങളുടെ സ്ക്വാഡൊക്കെ തന്നെ കാര്യക്ഷമമാണ്. ആ സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ടാണല്ലോ ഇവിടെ സ്റ്റോപ്പം കൊടുത്തത്. ഇപ്പോഴും ഞങ്ങൾ വിളിച്ചപ്പോഴേക്കും സ്ക്വാഡിൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയല്ലോ. അല്ല, ഞങ്ങളുടെ ജീവനക്കാർ വളരെ ഉചിതമായിട്ടൊക്കെ ഇടപെടുന്നുണ്ട്. പക്ഷേ ഈ അനധികൃത നിർമ്മാണം നടത്തുന്നവർ സിറ്റിയിലെ തന്നെ പല കൊലക്കൊമ്പന്മാരും ആയതുകൊണ്ട് ജീവനക്കാർക്ക് ചില സമയങ്ങളിൽ പരിമിതി ഉണ്ടാകും. ഇപ്പോൾ രാത്രിയൊക്കെ വനിതാ ജീവനക്കാർക്കൊക്കെ വന്നിട്ട് ഇതിനെ തടയുവാനുള്ള പരിമിതി ഉണ്ടാവും. പോലീസുമായി സംസാരിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള ഘട്ടത്തിൽ പോലീസിൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ പോലീസുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി ജീവനക്കാർ എവിടെയെങ്കിലും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഞ്ചിനീയറിംഗ് വിങ്ങിലെ മുഴുവൻ ജീവനക്കാരെയും വിളിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും പാളിച്ച ഉണ്ടായെന്ന് ബോധ്യപ്പെട്ടാൽ സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ശക്തമായ ആക്ഷൻ വരും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ പാളിച്ച ഉണ്ടായ ഒരു ജീവനക്കാരിക്ക് നേരെ എടുത്തിട്ടുള്ള നിയമ നടപടി നിങ്ങൾ കോർപ്പറേഷനിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും. എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ നിർമ്മാണത്തിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് അതിന് വേണ്ടി ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. ഇതെല്ലാവർക്കും ഇപ്പോൾ അതായത് ഒരു പേപ്പറിലൂടെ വായിച്ച ഫലത്തിനേക്കാൾ നല്ലതാണല്ലോ വന്ന് കണ്ടിട്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ വീണ്ടും ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കൊന്നും ആരും പറഞ്ഞു മനസ്സിലാക്കി തരണ്ട. ഇതിൽ തീരുമാനമെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. സെക്രട്ടറി ഉണ്ട്, മരാമത്ത് ചെയർപേഴ്സൺ ഉണ്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്, അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്. അപ്പോൾ അത് ഈ ഭാഗത്ത് AE ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട് ഇതിന് തീരുമാനം എടുക്കേണ്ട. അപ്പോൾ ഇവർക്കിവിടെ നടന്നത് എന്താണെന്ന് നേരിട്ട് അറിയാം. അപ്പോൾ ആരുടെയും പേപ്പർ വായിച്ച് പഠിച്ചിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. മൊബൈൽ ബാക്കിലോട്ട് അടുത്ത അഴിത്തിക്കൊട്ടിട്ടേക്കുന്നത്.
അതാണ്